ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി. രണ്ട് സൈഡ് നിറയെ ചെമ്പരത്തിയാണ് കേട്ടോ. ചെമ്പരത്തി കൂടാതെ കുറേയേറെ മരങ്ങളുണ്ട്. അതുകൊണ്ട് എപ്പോഴും തന്നെ തൂക്കാനേ നമുക്ക് നേരം കാണുള്ളൂ. ഒരു കുത്തിറക്കമാണിത്. ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഏലച്ചെടികളെ. മുകളിലായിട്ട് പ്രായം കുറഞ്ഞ ഏലച്ചെടികളും താഴെ പ്രായം കൂടിയ ഏലച്ചെടികളുമാണ് നിൽക്കുന്നത്. ഒരു 9-10 വർഷത്തോളം ഇത് നിൽക്കും. അതുപോലെ മാസാമാസം നമുക്ക് വിളവെടുപ്പ് നടത്താം. സമയാസമയങ്ങളിൽ ഇതിന് വളവും വെള്ളവും മരുന്നുമൊക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിനെ പരിചരിക്കുന്ന പോലെയാണ് ഏലച്ചെടികളെ നമ്മൾ നോക്കുന്നത്. എന്നാലാണ് നമുക്ക് അതിനുള്ളൊരു ഫലം കിട്ടത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഏലച്ചെടി. താഴേക്ക് ഇറങ്ങി ചെല്ലുന്തോറും നമുക്കൊരു ഏലത്തോട്ടം തന്നെ കാണാൻ സാധിക്കുന്നതാണ്. കുറച്ച് താഴെയായിട്ടാണ് നമ്മുടെ പഴയ തറവാട് വീട്. ഒരു 70-80 വർഷത്തോളം ഈ തറവാടിന് പഴക്കം കാണും. ഞാനും കുടുംബവും ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. ഈ താഴെ ഭാഗത്തായിട്ടാണ് പഴക്കം ചെന്ന ഏലച്ചെടികൾ. അതുപോലെ കൂലിയില്ലാതെ വേല ചെയ്യുന്ന കുറേ ജോലിക്കാരുണ്ട് ഇവിടെ. അതായത് നമ്മുടെ തേനീച്ചകളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൽ പരാഗണം നടത്തുന്നത് ഇതാണ് നമ്മുടെ തറവാട് വീട്. ഒരുപാട് വർഷം ഇതിന് പഴക്കമുണ്ട്. ഇവിടെ നമ്മുടെ ഏലത്തോട്ടം, അതുപോലെ പൂക്കളും കായ്കളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഇടയിലൂടെ കുറേയേറെ തേനീച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ചീവീടുകൾ, പക്ഷികളുടെ ഒച്ച, വല്ലാത്തൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഏലച്ചെടികൾ കായ്ച്ചു കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മിക്കപ്പോഴും തന്നെ പണിക്കാരുണ്ടാവും ഇവിടെ. ഇതാണ് ഏലത്തോട്ടം. താഴേക്കൊരു കുത്തിറക്കമാണ്. നടക്കാനൊക്കെ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇപ്പോൾ ഞങ്ങൾ വീഡിയോ ചെയ്തപ്പോഴാണ് പെട്ടെന്നൊരു ചാറ്റൽ മഴ. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ചുക്കൻമല. ഇതിൻ്റെ ഐതിഹ്യം ഞാൻ പിന്നെ പറയാം. ഒത്തിരി ആദിവാസി കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. വളരെ ഭംഗിയുള്ളൊരു മലയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഡിയേഴ്സ്.